എന്താണ് അവന്റെ ഡിമാൻഡ്? അവൻ ആവശ്യം നിങ്ങളെയാണ് രാംജി. ഏത് തന്ത്രം ഉപയോഗിച്ചെങ്കിലും മദ്രാസിൽ അവൻ പറയുന്ന സ്ഥലത്ത് നിങ്ങളെ ഞാൻ 24 മണിക്കൂറിനകം ഒറ്റയ്ക്ക് എത്തിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്റെ മകളുടെ ജീവൻ. താനൊന്ന് അപ്സെറ്റ് ആകാതിരിക്കാദ്യം. ട്രൈ ടു ബി പ്രാക്ടിക്കൽ. അനന്തു എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ? അത് ഇല്ല, സാധ്യതയില്ല. എങ്കിൽ കാം ഡൗൺ. അവൻ ആവശ്യം രാംജി അല്ലേ? രാംജി നാളത്തെ ഫ്ലൈറ്റിൽ മദ്രാസിൽ എത്തിയിരിക്കും. ഇനി അവൻ വിളിക്കുമ്പോ എവിടെ എപ്പോ രാംജിയെ എത്തിക്കണമെന്ന് ബുദ്ധിപൂർവം പറഞ്ഞുറപ്പിക്കണം. രാംജി, ഡു ആസ് ഐ സേ ആൻഡ് ലീവ് ദ റെസ്റ്റ് ടു മീ. ഗുഡ് നൈറ്റ്. Bangalore and Ahmedabad is now ready for departure. ബാലൻ ഇവിടെ വന്ന വിവരം തമിഴ്നാട് ഗവൺമെന്റിനോ പോലീസിനോ അറിയാമോ? അറിയിച്ചിട്ടില്ല. നന്നായി. ചെട്ടിയാരുടെ പാലസിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്നല്ലേ അനന്തുവിനോട് താൻ പറഞ്ഞിരിക്കുന്നത്? അതെ. ഗുഡ്. ആ ബാലൻ, മീറ്റ് മിസ്റ്റർ വർമ്മ. ഹലോ. ഹലോ. ഇദ്ദേഹമാണ് ഇന്ന് അനന്തു പരിചയപ്പെടാൻ പോകുന്ന രാംജി. തീ കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. തീ കൊണ്ടേ നമ്മൾ എന്നും കളിച്ചിട്ടുള്ളൂ. ഡോണ്ട് വറി മിസ്റ്റർ ബാലൻ. സമയം കളയണ്ട. നിങ്ങൾ രണ്ടാളും നേരെ പാലസിലേക്ക് പോയിക്കോളൂ. അപ്പൊ രാംജി? ഫൊർഗെറ്റ് അബൌട്ട് മീ. ആദ്യം നിന്റെ മകൾ സുരക്ഷിതയായി തിരിച്ചെത്തട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ അനന്തു. ലീവ് ദാറ്റ് ടു മീ. വരൂ. രാംജി മുകളിലുണ്ട്. ഇനി എനിക്ക് എന്റെ മോളെ വിട്ടുതരണം. തീർച്ചയായും. പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിച്ചുവെങ്കിൽ അനന്തു അതൊരിക്കലും തെറ്റിക്കില്ല. എന്റെ മകൾ എവിടെയാണ്? ഒരല്പം കൂടി ക്ഷമിക്കൂ. നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ ഞാനൊരു വിഡ്ഢിയല്ല സർ. റാംജിയെ കയ്യിൽ കിട്ടിയാൽ എനിക്ക് അയാളോട് ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ട്. അത് കഴിയും വരെ നിങ്ങൾ സാക്ഷിയായി ഒപ്പം ഉണ്ടാവണം. നിങ്ങളായിരുന്നല്ലോ എല്ലാറ്റിനും പങ്കാളി. നിങ്ങൾ കൂടി ചേർന്നാലേ ആ കഥ പൂർത്തിയാവും. അനന്തു, ഭയപ്പെടേണ്ട. ഇതിനിടയിൽ നിങ്ങൾ വീണ്ടും എന്നെ ചതിക്കാൻ ഒരുമ്പിടുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല. ആ നിമിഷം നിങ്ങളെ ഞാൻ വെറുതെ വിടും. നിങ്ങൾ എത്തുമ്പോഴേക്കും ബിന്ദു സുരക്ഷിതയായി ഹോസ്റ്റലിൽ എത്തിച്ചേർന്നിരിക്കും. അനന്തു, ഞാൻ... നോ സർ, യു ആർ ഗോയിങ് ടു ബി വിത്ത് മീ. ഹലോ രാംജി. ആ ഹലോ, ഞാൻ അനന്തു. അനന്തു? യെസ് രാംജി സാബ്, അനന്തു. ക്ഷമിക്കണം, നിങ്ങളെ എന്റെ മുന്നിൽ വരുത്തുന്നതിന് നിങ്ങളുടെ ഈ വിശ്വസ്തനായ അനുയായിയെ കരുവാക്കി എനിക്ക് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നു. നമ്മൾ തമ്മിലുള്ള കണക്കുകൾ തീർക്കാൻ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. കണക്കുകൾ തീരുമ്പോൾ നമ്മളിൽ ഒരാളെ അവശേഷിക്കും. വരൂ, അതിനു മുമ്പ് എനിക്ക് നിങ്ങളെ നന്നായി ഒന്ന് പരിചയപ്പെടാം. കേട്ടറിഞ്ഞ കഥകളിൽ റാംജിയിൽ വലിയൊരു കലാകാരനുണ്ടായിരുന്നു, എ ബ്രില്യൻ തബലിസ്റ്റ്. എനിക്ക് നിങ്ങളുടെ കലാവിരുദൊന്ന് ആസ്വദിക്കണം. അനേകം സുന്ദരിമാരുടെ ചിലങ്കയണിഞ്ഞ കാൽ ചുവടുകളെ അടിയറവ് പറയിച്ച് റാംജിയുടെ കൈവിരലുകളുടെ അതിശയിപ്പിക്കുന്ന താളവേഗം അവസാനമായി ആസ്വദിച്ച വ്യക്തി എന്ന ബഹുമതി എനിക്ക് അവകാശപ്പെട്ടതായിരിക്കട്ടെ. പ്ലേ ഓൺ ഇറ്റ് പ്ലീസ്. Come on, play it. Play it, I said.
എവിടെ നിന്ന് പറയണം? പറയൂ. റാംജി എവിടെ? എവിടെ റാംജി? പറയാൻ. Oh!